പഠിക്കാതെ പോയിട്ട് ഫുൾ മാർക്ക് ഉണ്ടല്ലോ. മിടിക്കാണല്ലോ അപ്പൊ. മിടിക്കാട്ടോ. बना दूं कभी सर्दी में लग जाऊं इतनी तेज आंधी है कहीं हम ही ना उड़ जाऊं हमने सपने का फल तो चौंधी खा गया लेकिन ये मेरे मेहनत का फल है इसको तो हम ही खाऊंगा ടിവി ഓഫ്. ട്യൂഷന് പോകാതിരുന്നപ്പോ വയറുവേദന മാറിയോ? മാറിയായിരിക്കും. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥിക്കും മോനുകുട്ട. എന്തോടുക്കോ ഇന്നത്തെ? ഇതെവിടുത്തെയാ? ട്യൂഷൻ്റെയാണ്? സ്കൂളിലെ? നമ്മള് വാട്ടുകപ്പ പയറൊക്കെ ഇട്ട് വേവിച്ച വീഡിയോ കണ്ടപ്പം ചന്തി വെച്ച് വാട്ടുകപ്പ എന്തുവാണ്, കപ്പ ഉണക്കി വെച്ചേക്കും. അത് പിന്നെ മഴയൊക്കെ പിടിക്കുമ്പം കപ്പയൊന്നും കിട്ടാത്ത സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കിയൊക്കെ വെച്ചേക്കും. അതിനാണ് വാട്ടുകപ്പ എന്ന് പറയുന്നത്. പിന്നെ വേറെ പല സൈസിലിങ്ങനെ എന്തുവാ ഉണക്കക്കപ്പയെന്നും പിന്നെന്തുവാ അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഈ കപ്പ ഉണക്കുന്നതിന് പേരൊക്കെ ഉണ്ട്. ഇതിന് വാട്ടുകപ്പ എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ അമ്മ വേവിച്ച് വെച്ചതിന് അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി. മഴ മൊത്തവും ഞാൻ നനഞ്ഞു പോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. റോഡ് കാണാൻ പറ്റാത്ത പോലെ മഴയായിരുന്നു. ഇന്ന് കുറച്ച് സമയം മഴ തോരുമെന്നും കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഇരുട്ടുന്നോണ്ട് പിന്നെ ഞാൻ ആ മഴയെ പിന്നെ ഇറങ്ങി പോരുത്. അല്ലെങ്കിൽ ഇരുട്ടിയ മഴയും ഇരുട്ടും കൂടെ ആകുമ്പോൾ എനിക്ക് പ്രയാസമാണ്. ഒടുങ്ങി പോരുന്നു. അപ്പൊ ജാനിക്കുട്ടിയുടെ അടുത്തുനിന്ന് കയറാൻ അവിടെ കയറി കുറെ നേരം ഒന്നും ഇരുന്നില്ല. ഒരു തേയിലവെള്ളം ഒരു പകുതി പരിപ്പോടെയും കിട്ടി. ഞാനത് കഴിച്ചിട്ട് ഇങ്ങ് പോരുന്നേ. പിന്നെ അടുക്കളയിൽ നിന്ന് ഞാൻ പണികളൊന്നുമില്ല. ചോറ് വെച്ചേക്കുന്നു. ഈ കപ്പയും ചമ്മന്തിയും പിന്നെ അമ്മ വെച്ച അവിയല് പീരിപ്പൊണ്ടുന്ന പാചകമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ച് ജലിച്ച് ഒക്കെ വരാം. മോനുകുട്ടൻ ഇന്ന് ട്യൂഷന് പോയില്ല. മോനുകുട്ടന് വയറ് വേദനിക്കുന്നെന്ന് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു വയറുവേദന ഉണ്ടെന്ന്. അപ്പൊ ഇന്ന് പോയില്ല കേട്ടോ. അതുപോലെ ഭയങ്കര മഴയുമായിരുന്നു, അതുകൊണ്ട് പോയില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടുപേരെ കണ്ടു. ഒരാള് കോന്നിയിലുള്ളത് കേട്ടോ. കോന്നിയിലാണ് വീട്. കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് പെരുന്നാട്ടിലാണ്. അപ്പൊ അവിടുന്ന് ഇവിടെ ഡോക്ടറെ കാണാനോ മറ്റോ വന്നതാ. അപ്പൊ എന്റെ അടുക്ക വന്നു. മോൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോളോട് അന്വേഷണം പറഞ്ഞു വിട്ടിട്ടുണ്ട്. രണ്ടുപേരോട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, നേഴ്സാണ്. അപ്പൊ പുള്ളിക്കാരി അവിടെ മെഡിസിൻ മേടിക്കാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു എവിടെയാ വീട് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചോ പറഞ്ഞു അതാണ് ഞാൻ കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എവിടാന്ന് ഓർമ്മ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു. പിന്നെ വേറെ ഒരാളെ കൂടെ കണ്ടു. അതൊന്ന് ഓർക്കട്ടെ. അടുത്ത് തന്നെ ജനൌഷധി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ജിൻസി എന്ന് തന്നെയാണ് പേര്. പുള്ളിക്കാരി വന്നപ്പം
അവിടെ ഹോൾസെയിലില് മരുന്നെടുക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നേ. അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോ എന്നെ കണ്ട് സംസാരിച്ചിട്ട് പോയിട്ടോ. മുത്തിനെയും മോനിക്കുട്ടിനെയൊക്കെ അന്വേഷിച്ചു. വന്ന് സംസാരിച്ച് പരിചയപ്പെട്ട എല്ലാരോടും സ്നേഹം കേട്ടോ. പിന്നെ നമ്മുടെ ഓർക്കിഡ് കഥ ഇംഗ്ലണ്ടില് ചേച്ചി ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ അതൊക്കെയായിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെക്കട്ടെ. തണുത്ത് വിറച്ച് നിൽക്കുക മൊത്തം. കോട്ടിട്ടില്ലായിരുന്നു ഇത്ര നനയത്തില്ല. അതുപോലെ നനഞ്ഞു കേട്ടോ, മുഴുവൻ നനഞ്ഞു. അതുകൊണ്ട് തണുക്കുന്നു. ഇതിന് വെള്ളമൊക്കെ ചൂടാക്കി കുളിക്കാം എന്ന് വിചാരിച്ചു. വയറുവേദനയാണ് പറയുന്നത്. മുടി വളർന്നു കേട്ടോ, മുടി വെട്ടിക്കണം. മഴ മോനിക്കുട്ടൻ ഇന്ന് കഞ്ഞിയാട്ടോ, കഞ്ഞി കുടിക്കാനേ മോനിക്കുട്ടൻ. മുഖത്തൊരു വല്ലായ്മയൊക്കെ ഉണ്ട്, എന്തോന്ന് അറിയത്തില്ല. ഇച്ചിരി കഞ്ഞി ഇതിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ വാർത്തിട്ടാ മതിയായിരുന്നു. ഇതുവാ സംഭവം ഒന്നും അറിയത്തില്ല. പനിക്ക് വല്ലോ ആണോ ഒന്നും അറിയത്തില്ല. നിനക്ക് കൂട്ടാനൊന്നുമില്ലേ? എനിക്ക് കൂട്ടായില്ല. നിശാന്തേന് മുട്ടയുണ്ട്, അവന് ഉണങ്ങിയ മീനുണ്ട്. ഉണങ്ങിയ മീനൊന്നും അല്ല, പൂച്ചയുടെ വായിൽ നിന്നങ്ങാണ്ട് പിടിച്ച് അവിടെ ഉണക്കി ഇട്ടിട്ട് മറക്കുക. പൈസ അതിനുപോലും ഇല്ല. ആണെങ്കിൽ ഇവനെ കളഞ്ഞേക്കുക. നിനക്ക് ചമ്മന്തിപ്പൊടി എല്ലാം തീർന്നോ? അച്ചാറും ഒക്കെ തീർന്നോ? അതൊക്കെ തീർന്നു. ചമ്മന്തിപ്പൊടിയൊക്കെ എപ്പോഴേ തീർന്നു. അമ്മ തന്നിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ തീർന്നു. അച്ചാറും തീർന്നോ? അത് മാത്രമേ. എന്തോമേ അമ്മമ്മ തന്നു വിട്ട് അച്ചാറ് കൂട്ടിയോന്ന്? അമ്മമ്മ തന്നു വിട്ട് അച്ചാറ് കൂട്ടിയോന്ന്? അതൊക്കെ തീർന്നമ്മേ. അമ്മയമ്മ ഒരു അനുവാദം കൊടുത്തിട്ട് അവൻ എന്നെ മേളിൽ കയറ്റും. ഞാൻ ഇന്നലെ കമ്പിയുടെ കാര്യം ഇറങ്ങി. അവനെ ഹുക്കിട്ട് അവിടെ ഇട്ടേക്കുവായിരുന്നു. അവിടെ കിടന്നു. അപ്പൊ ഇന്നും കളത്തില്ലേ? പൊതിയണ്ടേ? എന്താ മോനിക്കുട്ടന് ഇന്നലെ കോളം ബുക്ക്, മാത്സിന് കോളം ബുക്ക് വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കോളം ബുക്ക് കൊണ്ടുവന്നു. അപ്പൊ അതല്ല, അല്ലാത്ത സാധാരണ മാത്സിന് നോട്ട് ബുക്ക് ഇല്ല, അതാന്ന് പറഞ്ഞു. ഇന്നത് പിന്നെ മാറി മാത്സിന് നോട്ട് ബുക്ക് മേടിച്ചോണ്ട് വന്നു. പിന്നെ കുറേ പേര് ഒത്തിരി വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ചോദിക്കുന്നുണ്ട് മോനിക്കുട്ടന്റെ സ്കൂളിലെ പേരെന്തോന്ന്. മോനിക്കുട്ടന്റെ സ്കൂളിലെ പേര് ഷിയോൺ ബിനു എന്നാട്ടോ. മുത്തിന്റെ ഷാരോൺ ബിനു, അങ്ങനെയാണ് അവരുടെ ഒഫീഷ്യൽ നെയിം. കത്രിക വേണ്ട. മാത്സ് എസ് എഴുതിയില്ല. അയ്യോ, അതങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ മാത്രമായിട്ട് മാത്സിന് വേറെ സ്പെല്ലിംഗ് വരുന്നത്? എസ് ഉണ്ട്, എസ് എന്ന് എഴുതണം. MATH വരെ ഉള്ളൂ. നീ അല്ലേ എഴുതി? മാറ്റ്. പയറില്ല, പയർ നേരത്തെ കഴിച്ചല്ല. നാരങ്ങ വെള്ള അച്ചാറിടുന്ന കാര്യം പറയാൻ. അതാ യെല്ലോ കളറിലെ അച്ചാറിന്റെ കാര്യം. അത് നാരങ്ങ വെള്ള ഇടുക എന്നാ പറയുന്നത്. അതിന്റെ കാര്യ പറയുന്നത്. ഇരിപ്പില്ലെന്ന് തോന്നുന്നു. അത് കുറച്ച് മാമി തന്നായിരുന്നു. ഞാനത് മുത്തിന് കൊടുത്തു വിട്ടു. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഇതുപോലത്തെ ബുക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് എന്തുവാ കലണ്ടറില്ലേ, കലണ്ടറും അന്നത്തേക്ക് ഇലക്ഷന്റെ ഒരു സൈസ് ബാനർ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടായിരുന്നു ബുക്ക് ചെയ്യുന്നത്. പിന്നെ കുറെ ആയപ്പം അമ്മ ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞു തന്നാലും ഇതെല്ലാം അഴിച്ചങ്കളെ. എന്നിട്ട് ഈ കലണ്ടറും പിന്നെ എന്താണ് ഞാനയുടെയും സിനിമാ താരങ്ങളുടെ ഒക്കെ പടമുള്ള പേപ്പറൊക്കെ കിട്ടത്തില്ലേ, അതെല്ലാം എടുത്ത് വെച്ച് ബുക്കെല്ലാം പൊതി. എന്നിട്ട് നല്ല അടിയും മേടിക്കും.
മാത്സ് എഴുതിവേ. മാത്സ് ഇതെവിടെ ആയിരുന്നു? ഇതിനകത്തല്ലേ? മോനുകുട്ടൻ ദേശീയഗാനം ചൊല്ലുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് പക്ഷെ ഇടാൻ പറ്റത്തില്ല. ആരും എന്നെ വല്ലതും പറയവേ. ശരിക്കും മോനുകുട്ടൻ അറിയാവുന്ന പോലെ അവൻ ചൊല്ലി, പക്ഷെ അത് മൊത്തം അക്ഷരത്തെറ്റാ. നിങ്ങളൊക്കെ കേട്ടാ ചിരിച്ച് മണ്ണ് കേൾക്കും. നല്ലപോലെ ഒന്ന് പാടാവും. അക്ഷരം തെറ്റും. ഇച്ചിരി ആളെ പാടിപ്പിച്ചു. ബാക്കി രണ്ടുപേർക്കല്ലേ എത്ര കുട്ടികൾ? ഒരാൾക്ക് 15 കിട്ടി, എനിക്ക് 13 കിട്ടി. ബാക്കി 2 മാർക്കും ബാക്കി രണ്ടുപേർക്ക് തെറ്റാം. ഫുൾ മാർക്ക് മേടിക്കാനില്ലേ പഠിക്കാൻ വിടുന്നത്? പഠിക്കാൻ എന്തൊരു ഈസി അറിയത്തില്ല. പഠിക്കാൻ ഈസി ആവണം. പഠിച്ചാ പോരെ, വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ. പഠിച്ചാ മാത്രം സ്കൂളിൽ അമ്മ സ്കൂളിൽ പോയിട്ടില്ല. പണ്ടത്തെ സ്കൂളിലൊന്നും ഇല്ലല്ലേ. ഓ ശരി സാറ്. അറിയത്തില്ല. 10 കൂടുതൽ 2 പേർക്കേ കിട്ടിയുള്ളൂ. അതിനകത്ത് മോനുകൂട്ടനുണ്ടോ? 13 മാർക്കുണ്ടോ മോനുകൂട്ടന്? ഉറപ്പാന്നോ? ആ പേപ്പർ നാളെ കൊണ്ടുവരണേ. പേപ്പർ ഇല്ലാതെ ഞാനല്ല സാറിനെ വിളിച്ചു പോയി. സാറിന് ഇത് മാത്സിന്റെ പരീക്ഷ. അതാ മാത്സ് ടീച്ചറിനെ വിളിച്ചു. ഉപ്പിടട്ടെ. എനിക്ക് ചോറ് വേണ്ടേ? പതുക്കെ പതുക്കെ അവിടെ പോയിക്കരുത്. നമുക്കിനി അത്താഴം വിളമ്പാം. വെള്ളച്ചോറാട്ടോ. വെള്ളച്ചോറും പിന്നെ വാട്ടുകപ്പ തേങ്ങയിട്ടതും പിന്നെ കാന്താരി ചമ്മന്തി, അവിയൽ, മോരുകറി ഒക്കെ ഉണ്ട് കേട്ടോ. മീൻ വറുത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി സൗണ്ട് കുറവായിരിക്കും. എന്തോ അറിയാതെ സൗണ്ട് കുറഞ്ഞു പോയി. ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു കേട്ടോ. എന്നോട് ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമുക്കിനിയും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.